സോ ഗൈസ് വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ പുതിയൊരു ബോക്സുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നൊരു ആക്സസറിയാണ്, ക്യാമറ ആക്സസറി. എന്താണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അത് ഒരു ക്യാനോണിൻ്റെ 50mm ലെൻസാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. വളരെ ശോകം പാക്കിംഗ് ആണ്. ഒരു ലെൻസ് അയക്കുമ്പോൾ കുറച്ച് മറ്റേ ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ മറ്റേ എയർ ബാഗ് ഇല്ലേ, എനിക്ക് ഏതൊരു ഫോൺ മേടിച്ചപ്പോൾ കിട്ടിയായിരുന്നു എയർ ബാഗ്. അപ്പം അതെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതുപോലെ ലെൻസ് അല്ലേ. ഓക്കെ, പെട്ടിയിൽ വേറൊന്നുമില്ല. ആകെ പെട്ടി, പിന്നെ പെട്ടിയുടെ അകത്ത് ക്യാനോണിൻ്റെ സാധനം, ഇത്രയേ ഉള്ളൂ. പെട്ടി അവിടെ കിടക്കട്ടെ. നമുക്കിപ്പോൾ ഈ സാധനം അൺബോക്സ് ചെയ്യാം. ഇതിന് സീലൊന്നുമില്ല കേട്ടോ. ഓക്കെ, നമുക്ക് പെട്ടിക്കകത്തുനിന്ന് വാറൻറ്റിയുടെ കാർഡ്, ഇവിടെ വാറൻറ്റി കാർഡ്, പിന്നെ ഇതെന്താ, ആരും വായിക്കാത്ത കുറേ പേപ്പറുകൾ. ഇതെല്ലാ ഫോണിൻ്റെ അകത്തും എല്ലാ സാധനത്തിൻ്റെ അകത്തും എന്തിനാണ് വെക്കുന്നതെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായില്ല. ആരും വായിക്കത്തുമില്ല, എന്നാൽ എല്ലാത്തിലും വയ്ക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം. ഫ്ലിപ്കാർട്ടുകാർ അത്യാവശ്യം വലിയ കാര്യമായിട്ടൊന്നും നോക്കണില്ലെങ്കിലും ക്യാനോൺകാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബബിൾ റാപ്പിൻ്റെ ഒക്കെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഒരു പാഡിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ലെൻസ് ഹോൾഡ് ചെയ്യാനുള്ള പാഡിങ് ആണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സെറ്റായിട്ടാണ് അവർ പാക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഫ്ലിപ്കാർട്ടുകാർ കുറേ കഴിയുമ്പോൾ അങ്ങനെ നല്ല കാര്യമായിട്ട് പാക്ക് ചെയ്തില്ലെങ്കിലും ലെൻസിലൊന്നും വലിയ കുഴപ്പമില്ലാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ബബിൾ റാപ്പ് ഇതിങ്ങനെ പൊട്ടിച്ച് കളിക്കാം. പിന്നെ ഇത് ചെറിയ ലെൻസാണ്. ഞാൻ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ലെൻസാണ്. 50mm ലെൻസാണ്. ഇത് ഫോക്കസ് ആവും. 50mm ലെൻസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്യാമറയിലേക്ക് നോക്കാം. എനിക്ക് ഇത് ക്യാമറ കമ്പാറ്റബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കാണിച്ചാൽ ക്യാനോണിൻ്റെ എല്ലാ ഡിവൈസുമായിട്ട് കമ്പാറ്റബിൾ ആയിട്ടാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാനോണിൻ്റെ 1300D ആണ്. അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കാം. ഇവിടെ ബാറ്ററി. ഇനി ഇതിൻ്റെ ഈ ലെൻസ് ക്യാപ്പ് ഊരി, ഇവിടെ ഒരു ലെൻസ് ക്യാപ്പ് ഉണ്ട്, ഇത് ഊരുന്നു. ഇത് നമ്മളിങ്ങനെ സെറ്റ്. അങ്ങനെ നമ്മുടെ ലെൻസ് ക്യാപ്പൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇത് വർക്കാവുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പം ഇതിൻ്റെ ഓട്ടോ ഫോക്കസിങ് സെറ്റപ്പ് കൊള്ളാകും. എൻ്റെ മോനെ, അതായത് നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കിറ്റ് ലെൻസ് ആയിരുന്നു ഇതിൻ്റെ അകത്ത്. അതായത് കിറ്റിൻ്റെ കൂടെ ക്യാമറ മേടിക്കുമ്പോൾ നമുക്ക് കിറ്റ് ലെൻസ്, അതായത് ഈ ക്യാമറയുടെ കൂടെ ഒരു ലെൻസ് കിട്ടും. അത് വലിയ ഉപയോഗമൊന്നുമില്ല, മറ്റേ സാധാരണ ഒരു ലെൻസാണ്. ആ ലെൻസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു നല്ല പോർട്രേറ്റ് ഒന്നും കിട്ടില്ല. കാരണം അതിൽ അപ്പാർച്ചർ 5 4.5 അങ്ങനെ എന്തോ ആണ് വരുന്നത്. ഇത് വരുന്നത് 50mm 1.8 1.7 എന്തോ ആണ്. ഇപ്പോൾ കറക്റ്റ് വേണമെങ്കിൽ ഞാൻ തോന്നിക്കൂടെ. 1.8 ആണ് അപ്പാർച്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല ബ്ലറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഇത് എടുക്കാൻ കാരണവും അത് തന്നെയാണ്. അത്യാവശ്യം പോർട്രേറ്റ്സ് ഒക്കെ എടുത്ത് തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ, ഒരു 1 വീക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട്, അല്ല എന്തായാലും 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരു കല്യാണ പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്ത് ഇടാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടേക്ക് കെയർ, ബൈ.